ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ എടുക്കാൻ പോകുന്നത് 9ാം ക്ലാസ്സിലെ ആദ്യത്തെ ചാപ്റ്ററിൻ്റെ അടുത്ത ടോപ്പിക്കാണ്. അപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം അറ്റോമിക് നമ്പർ, മാസ് നമ്പർ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു അല്ലേ. അറ്റോമിക് നമ്പറും മാസ് നമ്പറും എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാം, അതിൽ നിന്ന് എങ്ങനെ പ്രോട്ടോൺസിൻ്റെയും ന്യൂട്രോൺസിൻ്റെയും ഇലക്ട്രോൺസിനെയും ഒക്കെ കണ്ടുപിടിക്കുക എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. അപ്പം ഈ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന അടുത്ത ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ഇൻ ആൻ ആറ്റം. അതായത് ഒരു ആറ്റത്തിൻ്റെ ഇലക്ട്രോൺ വിന്യാസം, ഒരു ആറ്റത്തിൽ എങ്ങനെയാണ് ഇലക്ട്രോണിനെ നമ്മൾ ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നത് എന്നാണ് നമ്മൾ ഇന്നത്തെ ടോപ്പിക്കിൽ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പം ഇവിടെ നോക്കിയേ, ഞാനിവിടെ നമുക്കറിയാവുന്ന ഷെൽസ് അല്ലേ, നമ്മൾ 4 ഷെൽസ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. നമുക്ക് ഏതൊക്കെ ഷെൽസ് ആണുള്ളത്? കെ ഷെല്ലുണ്ട്, എൽ ഷെൽ, എം ഷെൽ, എൻ ഷെൽ അല്ലേ. ഇങ്ങനെ കെ എൽ എം എൻ എന്ന് പറയുന്ന 4 ഷെല്ല് നമുക്കുണ്ട് അല്ലേ. ഏതൊക്കെയാ? കെ എൽ എം എൻ അല്ലേ. ഇങ്ങനെ 4 ഷെല്ല് നമുക്കുണ്ട്. അപ്പം നമ്മൾ കെ 1 എന്ന് കൊടുത്തു, എൽ 2 എന്ന് കൊടുത്തു, എം 3 എന്ന് കൊടുത്തു, എൻ 4 എന്ന് കൊടുത്തു. ഓക്കെ, അപ്പം ഞാനിവിടെ ഒരു ചിത്രം വരച്ചു വെച്ചിരിക്കുന്നത് കണ്ടില്ലേ ഒരു ചിത്രം. ഇവിടെ നമ്മൾ ആദ്യം ഇതിനകത്ത് ഫസ്റ്റ് നമ്മൾ ന്യൂക്ലിയസ് അല്ലേ. ഇതാണ് ന്യൂക്ലിയസ്. ആദ്യം നമ്മൾ ഈ ഒരു ന്യൂക്ലിയസ് വരച്ചു അല്ലേ. അതിനുശേഷം നമ്മൾ ഒന്നാമത്തെ ഷെല്ല്, ഈ കാണുന്ന ഒന്നാമത്തെ ഷെല്ല് നമ്മൾ വരച്ചു. കണ്ടോ? അതായത് ഒന്നാമത്തെ ഷെല്ല് എന്ന് പറയുന്നതാണ് നമ്മുടെ കെ ഷെൽ. പിന്നെ രണ്ടാമത്തെ ഷെൽ എന്ന് പറയുന്നതാണ് നമ്മുടെ എൽ ഷെൽ. മൂന്നാമത്തെ ഷെല്ലാണ് എം ഷെൽ. നാലാമത്തെ ഷെല്ലാണ് എൻ ഷെൽ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ 4 ഷെല്ല് നമ്മൾ വരച്ചു. ഇതിൽ ഏറ്റവും ചെറിയ ഷെൽ ഏതാണ്? ഏറ്റവും ചെറിയ ഷെൽ എന്ന് പറയുന്നത് നമ്മുടെ കെ ഷെല്ലാണ്. ഓക്കെ, കെ ഷെല്ലാണ് ഏറ്റവും ചെറിയ ഷെല്ല്. സോ ഏറ്റവും ചെറിയ ഷെല്ല് ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഈ കെ ഷെല്ലിൽ ഒരുപാട് ഇലക്ട്രോൺസിനെ ഉൾക്കൊള്ളിക്കാൻ പറ്റത്തില്ല. ചെറിയ ഷെല്ലാണ് അല്ലേ. കെ ഷെല്ലാണ് ഏറ്റവും ചെറിയ ഷെല്ല്. സോ നമുക്കിതിനകത്ത് ഒരുപാട് ഇലക്ട്രോൺസിനെ നമുക്കിതിനകത്ത് ഉൾക്കൊള്ളിക്കാൻ പറ്റത്തില്ല. കെയിൽ നമുക്ക് ഉൾക്കൊള്ളിക്കാൻ പറ്റുന്ന ആകെ ഇലക്ട്രോൺസിൻ്റെ എണ്ണം എന്ന് പറയുന്നത് 2 എണ്ണമാണ്. ഓക്കെ, കെ ഷെല്ലിൽ നമുക്ക് ആകെ ഉൾക്കൊള്ളിക്കാൻ പറ്റുന്ന ഇലക്ട്രോൺസിൻ്റെ എണ്ണം എന്ന് പറയുന്നത് എത്രയാണ്? 2 ആണ്. ഇനി എൽ ഷെല്ലിൽ അങ്ങനെയാണെങ്കിൽ എത്ര ഇലക്ട്രോൺസിനെ ഉൾക്കൊള്ളിക്കാം? എൽ ഷെല്ലിൽ നമുക്ക് ആകെ മാക്സിമം നമുക്ക് ഉൾക്കൊള്ളിക്കാൻ പറ്റുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം എന്ന് പറയുന്നത് 8 എണ്ണമാണ്. ഓക്കെ, അപ്പോൾ കെ ഷെല്ലിൽ 2 എണ്ണമേ പറ്റത്തുള്ളൂ, എൽ ഷെല്ലിൽ 8 എണ്ണമേ പറ്റത്തുള്ളൂ. ഇനി എം ഷെല്ലിൽ നമുക്ക് 18 ഇലക്ട്രോൺസിനെ നമുക്ക് ഉൾക്കൊള്ളിക്കാൻ പറ്റും. ഓക്കെ, 18 ഇലക്ട്രോൺസിനെ നമുക്ക് ഉൾക്കൊള്ളിക്കാൻ പറ്റും ഇവിടെ എം ഷെല്ലിൽ. അപ്പം എൻ ഷെല്ലാണ് ഏറ്റവും ലാർജസ്റ്റ് ഷെല്ല്. സോ എൻ ഷെല്ലിൽ നമുക്ക് 32 ഇലക്ട്രോൺസിനെ നമുക്ക് ഉൾക്കൊള്ളിക്കാൻ പറ്റും. സോ ഈ 4 ഷെല്ലിൽ ഉൾക്കൊള്ളാൻ പറ്റുന്ന, അല്ലെങ്കിൽ ഇതിനകത്ത് നമുക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ഇലക്ട്രോൺസിൻ്റെ എണ്ണമാണ് ഞാൻ ഈ കൊടുത്തത്. കെ ഷെല്ലിൽ 2, എൽ ഷെല്ലിൽ 8, എം ഷെല്ലിൽ 18, എൻ ഷെല്ലിൽ 32. ഈ കറക്റ്റ്, അതായത് ഈ ഓരോ ഷെല്ലിലും എത്ര ഇലക്ട്രോൺസിനെ ഉൾക്കൊള്ളിക്കാൻ പറ്റുന്നു എന്നുള്ളത് നിങ്ങൾ കറക്റ്റായിട്ട് പഠിക്കണം. കാരണം ഇത് പഠിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മുന്നോട്ട് പോകുമ്പം നമുക്ക് ഇതിൻ്റെ, അതായത് ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എഴുതുമ്പോൾ നമുക്ക് ശരിയാകത്തുള്ളൂ. അപ്പം നമ്മളിപ്പോൾ എന്തുവാ പറഞ്ഞത്? നമ്മളിപ്പം കെ ഷെല്ല്, എൽ ഷെല്ല്, എം ഷെല്ല്, എൻ ഷെല്ല് അല്ലേ, ഈ 4 ഷെല്ലിനെ പറ്റിയാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. അപ്പം നമ്മൾ കെ ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസിനെയാണ് ഉൾക്കൊള്ളിക്കാൻ പറ്റുന്നത്? എത്ര ഇലക്ട്രോൺസിനെയാണ്? കെ ഷെല്ലിൽ നമുക്ക് ഉൾക്കൊള്ളിക്കാൻ പറ്റുന്ന ഇലക്ട്രോൺസിൻ്റെ എണ്ണം എന്ന് പറയുന്നത് 2 എണ്ണമാണ് അല്ലേ. ഇനി എൽ ഷെല്ലിൽ എത്ര എണ്ണമാണ്? എൽ ഷെല്ലിൽ 8 എണ്ണം, എം ഷെല്ലിൽ 18 എണ്ണം, എൻ ഷെല്ലിൽ 32. ഓക്കെ, ഈ ഒരു എണ്ണം കറക്റ്റായിട്ട് നിങ്ങൾ എപ്പോഴും പഠിച്ചു വെച്ചോണം. ഓക്കെ, കെ ഷെല്ലിൽ 2, എൽ ഷെല്ലിൽ 8, എം ഷെല്ലിൽ 18, എൻ ഷെല്ലിൽ 32. ഓക്കെ, ഇത് നിങ്ങൾ ഒരിക്കലും മറക്കരുത്. ഇനി മുന്നോട്ട് പോകുമ്പോഴെല്ലാം നമുക്ക് ആവശ്യമായിട്ട് വരുന്ന ഒരു കാര്യമാണിത്. ഓക്കെ, അപ്പം നമുക്കിനി എങ്ങനെ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എഴുതാമെന്നാണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ അല്ലെങ്കിൽ ഇലക്ട്രോൺ വിന്യാസം നമ്മൾ എഴുതുന്നത് അറ്റോമിക് നമ്പർ വെച്ചിട്ടാണ്. എന്ത് വെച്ചിട്ടാണ്? അറ്റോമിക്
നമ്പർ വെച്ചിട്ടാണ് നമ്മൾ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എഴുതുന്നത്. ഓക്കെ, അപ്പം അറ്റോമിക് നമ്പർ വെച്ചിട്ട് നമ്മൾ എഴുതുമ്പം എന്തുവാ പറ്റുന്നത്? ഇപ്പം ഞാൻ നിങ്ങൾക്ക് ഒരു അറ്റോമിക് നമ്പർ തരാം. അതായത് ഒരു 13 എന്ന് പറയുന്ന ഒരു അറ്റോമിക് നമ്പർ. ഓക്കെ, 13 എന്ന് പറയുന്ന ഒരു അറ്റോമിക് നമ്പർ നിങ്ങളുടെ കയ്യിൽ ഞാൻ തരികയാണ്. അപ്പം നിങ്ങൾ ഇങ്ങനെ വിചാരിക്കുക, നിങ്ങളുടെ കയ്യിൽ ഒരു 13 ചോക്ലേറ്റ്സ് ഞാൻ തന്നു. ഓക്കെ, ഈ 13 ചോക്ലേറ്റ്സ് 4 പേർക്കായിട്ട് വീതിക്കണം. ആ 4 പേരെന്ന് പറയുന്നത് നമ്മുടെ കെ ഷെല്ല്, എൽ ഷെല്ല്, എം ഷെല്ല്, എൻ ഷെല്ല്, ഈ 4 പേരാണേ. അപ്പം നമുക്ക് 4 പേർക്കായിട്ട് ഈ 13 മുട്ടായി നമുക്ക് വീതിച്ചു കൊടുക്കണം. അപ്പം നമുക്കറിയാം നമ്മുടെ ഈ കെ എന്ന് പറയുന്ന ഷെല്ലിൽ നമുക്ക് എത്ര എണ്ണമേ കൊടുക്കാൻ പറ്റത്തുള്ളൂ? 2 എണ്ണമേ കൊടുക്കാൻ പറ്റത്തുള്ളൂ, അല്ലേ? എൽ ഷെല്ലിൽ നമുക്ക് ആകെ 8 എണ്ണം മാത്രമേ കൊടുക്കാൻ പറ്റത്തുള്ളൂ. എം ഷെല്ലിൽ നമുക്ക് 18 എണ്ണം കൊടുക്കാം. എൻ ഷെല്ലിൽ നമുക്ക് 32 എണ്ണം കൊടുക്കാം. അപ്പം നമുക്ക് ഈ 13 എണ്ണം കിട്ടുമ്പോൾ ആദ്യം നമുക്ക് കെയിൽ കൊടുക്കാം, അല്ലേ? നമുക്ക് ഈ 13 എണ്ണം നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ നമ്മൾ കെ, എൽ, എം, എൻ കൊടുത്തു. കെയിൽ ഞാൻ 2 കൊടുത്തു. ഓക്കെ, 2 എണ്ണം കൊടുത്തു. ഓക്കെ, ഇനി എൻ്റെ കയ്യിൽ ബാക്കി എത്ര ഉണ്ട്? 11 എണ്ണം ബാക്കിയുണ്ട്. അപ്പം നമുക്കറിയാം എൽ ഷെല്ലിൽ നമുക്ക് ആകെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന 8 എണ്ണമാണ്. അപ്പോൾ എൽ ഷെല്ലിൽ ഞാൻ 8 എണ്ണം കൊടുത്തു. ഇപ്പം 10 എണ്ണമായി. ഇനി എത്ര എണ്ണം ഉണ്ട്? എൻ്റെ ഇനിയും 3 എണ്ണം കൂടെ ഉള്ളൂ ബാക്കി. എം ഷെല്ലിൽ നമുക്ക് 18 എണ്ണത്തിനെ കൊടുക്കാം, പക്ഷെ നമുക്കിവിടെ ഇനി 3 എണ്ണമേ കൊടുക്കാനുള്ളൂ. ആ 3 എണ്ണം നമ്മൾ എവിടെ കൊടുത്തു? എം ഷെല്ലിൽ കൊടുത്തു. ഓക്കെ, മനസ്സിലായോ? അപ്പോൾ ഇങ്ങനെ എഴുതുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇലക്ട്രോൺ കോൺഫിഗറേഷൻ. ഓക്കെ, ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇലക്ട്രോൺ വിന്യാസം. ഇലക്ട്രോൺ വിന്യാസം എന്ന് പറയുന്നത് ഇങ്ങനെ നമ്മൾ ഓരോ ഷെല്ലിലും ഇലക്ട്രോൺസിനെ ഡിവൈഡ് ചെയ്ത് നമ്മൾ കൊടുക്കുന്നതിനെയാണ് നമ്മൾ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഞാൻ ഇനി അടുത്ത വേറൊരെണ്ണം തരാം. അറ്റോമിക് നമ്പർ ഞാൻ 15. ഓക്കെ, 15 ആണ് കൊടുത്തത്. അപ്പോൾ 15 കൊടുക്കുമ്പോൾ ഞാൻ കെ, എൽ, എം, എൻ. ഓക്കെ, ഈ 4 ഷെല്ല് എഴുതി. ഈ 4 ഷെല്ല് എഴുതി. അപ്പോൾ എൻ്റെ കയ്യിൽ എത്ര എണ്ണം ഉണ്ട്? എൻ്റെ കയ്യിലാകെ 15 എണ്ണമാണ് ഉള്ളത്. അപ്പം നമുക്കറിയാം കെ ഷെല്ലിൽ എത്ര എണ്ണം പറ്റും? 2 എണ്ണമേ പറ്റത്തുള്ളൂ, അത് കൊടുത്തു. പിന്നെ എൽ ഷെല്ലിൽ എത്ര എണ്ണം പറ്റും? 8 എണ്ണം. 8 എണ്ണം 10 എണ്ണമായി. ഇനി എൻ്റെ കയ്യിൽ 5 എണ്ണമേ ഉള്ളൂ ബാക്കി. അപ്പോൾ എം ഷെല്ലിൽ നമുക്ക് 18 എണ്ണത്തിനെ ഉൾക്കൊള്ളിക്കാൻ പറ്റും. അപ്പോൾ എൻ്റെ കയ്യിൽ ഇനി 5 എണ്ണമേ ഉള്ളത് കൊണ്ട് ഞാനിപ്പം 5 എണ്ണം കൊടുത്തു. അപ്പോൾ എൻ ഷെല്ലിലേക്ക് ഇനി നമുക്ക് കൊടുക്കാൻ പറ്റത്തില്ല, അല്ലേ? നമ്മുടെ കയ്യിലുള്ള അറ്റോമിക് നമ്പർ 15 ആണ് കിട്ടിയത്. ആ 15 എണ്ണത്തിനെ നമ്മൾ ഈ 3 ഷെല്ലിലായിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുത്തു. ഇത്രയേ ഉള്ളൂ കാര്യം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഒരു അറ്റോമിക് നമ്പർ വെച്ചിട്ട് ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എഴുതുന്നത്. അങ്ങനെയാണ് ഇനി 7 എന്ന് പറയുന്ന ഒരു അറ്റോമിക് നമ്പർ തരികയാണെങ്കിൽ എങ്ങനെ എഴുതും? കെ, എൽ, എം, എൻ. കെ ഷെല്ലിൽ എത്ര എണ്ണം കൊടുത്തു? 2 എണ്ണം കൊടുത്തു. പിന്നെ എൽ ഷെല്ലിൽ ഇനി എൻ്റെ കയ്യിൽ എത്ര ഉണ്ട് ബാക്കി? 5 എണ്ണം ഉണ്ട്. എൽ ഷെല്ലിൽ 8 എണ്ണം പറ്റും. അപ്പം ഞാൻ ബാക്കി 5 എണ്ണം എൽ ഷെല്ലിൽ കൊടുത്തു. ഈ 2 ഷെല്ലിൽ എഴുതാനായിട്ട് ഇലക്ട്രോൺസിനെ ഇല്ല. അപ്പം നമുക്ക് ഈ 2 ഷെല്ലിൽ മാത്രമേ ഇലക്ട്രോൺസിനെ കൊടുക്കാനുള്ളൂ. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് നമ്മൾ ഒരു അറ്റോമിക് നമ്പർ വെച്ചിട്ട് എന്ത് എഴുതുന്നത്? ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എഴുതുന്നത്. ഓക്കെ, അപ്പോൾ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഓർബിറ്റ് ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷൻ പഠിക്കാം. ഓക്കെ, അപ്പോൾ അതുവരെ ഇത് നന്നായിട്ട് നിങ്ങൾ പഠിച്ചു വെക്കുക.